കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെം മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 മാർക്ക് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഞാൻ അതിൽ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ടോപ്പിക്സ് ഒന്നും പഠിച്ചിട്ടില്ലെങ്കിലും നമുക്ക് പാസ്സാവാൻ ഏറ്റവും ബെസ്റ്റ് 2 മാർക്ക് ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് എഴുതിയാൽ തന്നെ നമുക്ക് പാസ്സാകും. അപ്പോൾ ഞാൻ മൊഡ്യൂൾ വൈസ് ആയിട്ട് എല്ലാതും പറഞ്ഞുതരാം കേട്ടോ. നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി വയ്ക്കുക, എന്നിട്ട് അതുപോലെ തന്നെ അവിടെ പോയി ഇതൊരു 1-2 തവണ വായിച്ചാൽ മതി. PDF മേ ബി നിങ്ങളുടെ കയ്യിൽ എല്ലാവരുടെയും കയ്യിൽ കിട്ടിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്താൽ മതി. സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾ വായിച്ച് നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഓക്കെ, ഫസ്റ്റ് കസ്റ്റമർ ഈസ് ദി പേഴ്സൺ ഹൂ മേക്സ് ദ ഡിസിഷൻ ടു പർച്ചേസ് എ പ്രൊഡക്റ്റ് ആൻഡ് ഹൂ പേസ് ഫോർ ഇറ്റ്. അതായത് കസ്റ്റമർ എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയാണ് പർച്ചേസ് ചെയ്യാന്നുള്ള ഒരു തീരുമാനം ഉണ്ടാക്കുന്നതിനും ആ പ്രൊഡക്റ്റിന് വേണ്ടിയിട്ട് പേ ചെയ്യുന്നതും. പിന്നെ നീഡ്സ് ആർ ദി ബേസിക് റിക്വയർമെൻറ്റ്സ് ഓഫ് ഹ്യൂമൻ ബീങ്സ് സച്ച് ആസ് ഫുഡ്, ക്ലോത്ത്, ഷെൽട്ടർ, എഡ്യൂക്കേഷൻ എക്സെട്ര. അതായത് നീഡ്സ് എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യന് വേണ്ടിയിട്ടുള്ള ബേസിക് റിക്വയർമെൻറ്റ്സ്. അതായത് നീഡ്സ് ആർ ദി ബേസിക് റിക്വയർമെൻറ്റ്സ് ഓഫ് ഹ്യൂമൻ ബീങ്. ഒരു മനുഷ്യന് വേണ്ടിയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള അത്യാവശ്യമായിട്ടുള്ള ചില കാര്യങ്ങൾ, അതിനെയാണ് എന്ത് പറയുന്നത്, നീഡ്സ്. സച്ച് ആസ് ഫുഡ്, ക്ലോത്ത്, ഷെൽട്ടർ, എഡ്യൂക്കേഷൻ എക്സെട്ര. അതാണ് നീഡ്സ്. വാണ്ട്സ് എന്ന് പറയുമ്പോൾ വാട്ട്സ് ആർ തിങ്സ് ദാറ്റ് സാറ്റിസ്ഫൈ അവർ നീഡ്സ്. അതായത് നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വാണ്ട്സ് എന്ന് പറയുന്നത്. വാണ്ട്സ് ആർ നീഡ്സ് ഡയറക്റ്റഡ് ടു സ്പെസിഫിക് പ്രൊഡക്റ്റ് ഓർ സർവീസ്. വാണ്ട്സ് എന്ന് പറയുമ്പോൾ ഡയറക്റ്റ്ലി അത് മേ ബി ഒരു പ്രൊഡക്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു സർവീസ് ആയിരിക്കാം. അതായത് എഡ്യൂക്കേഷൻ, ഇപ്പോൾ നമുക്കിപ്പോൾ ഇതിൽ പറയുന്നതാണ് ക്ലോത്ത് എന്ന് പറയുമ്പോൾ ഡ്രസ്സ്. ഇപ്പോൾ ഡ്രസ്സ് എന്താണ്, ഓഫ് കോഴ്സ് ഒരു പ്രൊഡക്റ്റാണ്. അതിനിപ്പോൾ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഇതൊരു സർവീസാണ്. അതാണ് അത് പറയുന്നത്. ഓക്കെ, ഇനി പ്രൊഡക്റ്റ് ഈസ് എനിത്തിങ് ദാറ്റ് ക്യാൻ ബി ഓഫേർഡ് ടു സാറ്റിസ്ഫൈ എ നീഡ് ഓർ വാണ്ട്. പ്രൊഡക്റ്റ് ഇൻക്ലൂഡ്സ് ഗുഡ്സ്, സർവീസ് ആൻഡ് ഐഡിയാസ്. പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ പ്രൊഡക്റ്റ് എന്തും ആകാം. നീഡ്സിനെയും വാണ്ട്സിനെയും സാറ്റിസ്ഫൈ ചെയ്യുന്ന എന്തിനേയും ആണ് എന്ത് പറയുന്നത്, പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. പ്രൊഡക്റ്റ് മേ ബി ഗുഡ്സ് ആകാം, സർവീസ് ആവാം, അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഐഡിയാസോ അങ്ങനെ എന്തെങ്കിലും ആവാം. അതാണ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. പിന്നെ എക്സ്ചേഞ്ച് ഈസ് ദി പ്രോസസ് ഓഫ് ഒബ്റ്റൈനിങ് എ ഡിസൈർഡ് ഓഫേർഡ് ബൈ സാക്രിഫൈസിങ് സംതിങ് ഇൻ റിട്ടേൺ. അതായത് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു പ്രോസസ്സാണ്. അതായത് ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മറ്റൊന്ന് സാക്രിഫൈസ് ചെയ്യാന്ന് പറയില്ലേ. അതായത് ഇപ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നമ്മൾ ക്യാഷ് കൊടുക്കാൻ നമ്മൾ അവിടെ സമ്മതിക്കണം, നമ്മൾ സാക്രിഫൈസ് ചെയ്യണം. ഓക്കെ, ഞാൻ തരാം എന്നുള്ളത്, അതിനെയാണ് എന്ത് പറയുന്നത്, എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. പിന്നെ വാല്യൂ മീൻസ് യൂട്ടിലിറ്റി പെർ യൂണിറ്റ് ഓഫ് പ്രൈസ്. ഇറ്റ് റിഫ്ലെക്ട്സ് ദി റിലേഷൻഷിപ്പ് ഓഫ് ബെനിഫിറ്റ്സ് ടു കോസ്റ്റ് ഓർ വാണ്ട്സ് വി ഗെറ്റ് ഓർ വാട്ട് വി ഗോ. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് സാറ്റിസ്ഫാക്ഷൻ എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ദി പ്രൊഡക്റ്റ് പെർസീവ്ഡ് പെർഫോമൻസ് ഇൻ റിലേഷൻ ടു കസ്റ്റമർ എക്സ്പെക്റ്റേഷൻസ്. അതിൽ പറയുന്ന സാറ്റിസ്ഫാക്ഷൻ എന്താണെന്ന് വെച്ചാൽ കൺസ്യൂമറുടെ എക്സ്പെക്റ്റേഷൻ അനുസരിച്ചിട്ട് ഒരു പ്രൊഡക്റ്റ് പെർഫോമൻസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്ത് പറയുക, സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. അതാണ് കസ്റ്റമേഴ്സ് എക്സ്പെക്റ്റേഷൻസ് റിലേറ്റിംഗ് ടു പെർഫോമൻസ് ഓഫ് പ്രൊഡക്റ്റ്. ഓക്കെ, ഇൻ ടേംസ് അതാണ് സാറ്റിസ്ഫാക്ഷൻ, അതുകൊണ്ട് എക്സ്പ്രസ് ചെയ്യുന്ന അതാണ്. ഓക്കെ, പിന്നെ മാർക്കറ്റ് ഇറ്റ് ഈസ് എ പ്ലേസ് വെർ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ഗ്യാദർ ടു എക്സ്ചേഞ്ച് ഗുഡ്സ് ആൻഡ് സർവീസസ്. അതായത് മാർക്കറ്റ് എന്ന് പറഞ്ഞ ഒരു പ്ലേസ് ആണ്. അവിടെ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ഉണ്ടായിരിക്കും. എക്സ്ചേഞ്ച് ഗുഡ്സും സർവീസും എക്സ്ചേഞ്ച് ചെയ്യുന്ന ഒരു ഇതുണ്ടല്ലോ, ഒരു പ്ലേസ്, അതിനെയാണ് മാർക്കറ്റ് എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് മാർക്കറ്റിംഗ് മീൻസ് ക്രിയേഷൻ ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ഫോർ ദി സാറ്റിസ്ഫാക്ഷൻ ഓഫ് ഹ്യൂമൻ നീഡ്സ് ആൻഡ് വാണ്ട്സ്. മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ അവിടെ ഗുഡ്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഗുഡ്സ് ആൻഡ് സർവീസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്, കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ് ആൻഡ് വാണ്ട്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. പിന്നെ ഞാൻ ആ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡിഫറൻസ് പഠിക്കുന്നത്. സെല്ലിങ്ങും മാർക്കറ്റിങ്ങും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. 5 മാർക്സിന് വരാൻ ചാൻസ് ഉണ്ട്, മേ ബി 10 മാർക്സിന് വരെ വന്നേക്കാം. ജസ്റ്റ് ഒന്ന് റീഡ് ഔട്ട് ചെയ്തിട്ട് പോകാം കേട്ടോ. അതുപോലെ തന്നെ നെക്സ്റ്റ് പറയുന്നതാണ് ദ വാല്യൂ ഓഫ് മാർക്കറ്റിംഗ് ഞാൻ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. ദ വാല്യൂ ഓഫ് മാർക്കറ്റിംഗ് ഈസ് ക്രിയേറ്റഡ് ബൈ മീറ്റിംഗ് കസ്റ്റമേഴ്സ് നീഡ്. മാർക്കറ്റിംഗ് ഈസ് ദ ഡെലിവറി ഓഫ് വാല്യൂ ടു കസ്റ്റമർ അറ്റ് എ പ്രോഫിറ്റ്. പിന്നെ അതിൻ്റെ ടൈപ്സ് ആണ് ഫങ്ഷണൽ വാല്യൂ, സോഷ്യൽ വാല്യൂ, ഇമോഷണൽ വാല്യൂ, എപ്പിസ്റ്റമിക് വാല്യൂ,
കണ്ടീഷണൽ വാല്യൂ. മേ ബി നിങ്ങൾക്ക് ഇതിന് മുന്നേ വരെ വായിച്ച് ഇത് മനസ്സിലാകുന്നുണ്ടായിരിക്കില്ല, പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് വായിച്ചാൽ നിങ്ങൾക്ക് നാളെ ഇത് എക്സാമിന് എഴുതാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എഴുതാൻ പറ്റിയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ആ ഫങ്ഷണൽ വാല്യൂ, സോഷ്യൽ വാല്യൂ, ഇമോഷണൽ വാല്യൂ, എപ്പിസ്റ്റമിക് വാല്യൂ, കണ്ടീഷണൽ വാല്യൂ അതെങ്കിലും എഴുതി വെക്കണം കേട്ടോ. കാരണം 5 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മേ ബി 2 മാർക്സെങ്കിലും അങ്ങനെ കിട്ടാൻ സാധ്യതയുണ്ട്. വാല്യൂ ഓഫ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ് മീറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു ഇതുണ്ടല്ലോ, അതിനെയാണ് എന്ത് പറയുക, വാല്യൂ ഓഫ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഫംഗ്ഷൻ വാല്യൂ. അതാണ് അത് പറയുന്നത്. നിങ്ങൾ ജസ്റ്റ് റീഡ് ഔട്ട് ചെയ്താൽ മതി, അതൊക്കെ സുഖമാണ്. പിന്നെ മാർക്കറ്റിംഗ് ഫിലോസഫീസ് മേ ബി 5 മാർക്സിന് വരാൻ സാധ്യതയുണ്ട്. മാർക്കറ്റിംഗ് ഫിലോസഫി അല്ലെങ്കിൽ മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രൊഡക്ഷൻ കോൺസെപ്റ്റ്, പ്രൊഡക്റ്റ് കോൺസെപ്റ്റ്, സെല്ലിംഗ് കോൺസെപ്റ്റ്, മാർക്കറ്റിംഗ് കോൺസെപ്റ്റ്, സോഷ്യൽ മാർക്കറ്റിംഗ് കോൺസെപ്റ്റ്, ഹോളിസ്റ്റിക് മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് വരാൻ സാധ്യതയുണ്ട് കേട്ടോ. അതും ജസ്റ്റ് റീഡ് ഔട്ട് ചെയ്യണേ. അതുപോലെ തന്നെ നെക്സ്റ്റ് പറയുന്നതാണ് ഹോളിസ്റ്റിക് അത് പിന്നെ സ്ട്രാറ്റജീസ് അഡോപ്റ്റഡ് ബൈ കമ്പനീസ് ഫോർ ക്രിയേറ്റിംഗ് ലോങ് ടേം കസ്റ്റമേഴ്സുമായിട്ട് ലോങ് ടേം ഇത് മേ ബി 5 മാർക്സിന് വരാൻ സാധ്യതയുള്ള മോഡേൺ മാർക്കറ്റിംഗ് ഫീച്ചേഴ്സ് ഉണ്ടല്ലോ, അത് മേ ബി 5 മാർക്സിന് വരാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇതിന് മേലത്തെ സ്ട്രാറ്റജീസ് അഡോപ്റ്റഡ് ബൈ അതെനിക്ക് അത്ര ഷുവറല്ല, പക്ഷേ ദ ന്യൂ മാർക്കറ്റിംഗ് റിയാലിറ്റീസ് മോഡേൺ മാർക്കറ്റിംഗ് ഫീച്ചേഴ്സ് 5 മാർക്സിന് വരാൻ സാധ്യതയുണ്ട്. മേ ബി അത് 10 മാർക്കിനൊക്കെ വരേണ്ട ക്വസ്റ്റ്യനാണ്, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും, പക്ഷേ വരുന്നത് 5 മാർക്സിനായിരിക്കും. അപ്പോൾ ഒരു 5 മാർക്കിന് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പഠിച്ച് വെക്കുക. അത് ടെക്സ്റ്റിലുണ്ട്, അത് ഡീറ്റെയിൽ ആയിട്ട് വായിച്ചാൽ നമുക്ക് കിട്ടും. അതായത് ടെക്നോളജി എന്ന് പറയുമ്പോൾ ന്യൂ ടെക്നോളജീസ് അവർ അഡോപ്റ്റ് ചെയ്യാൻ അവിടെ എന്താവാണ് റെഡി ആവുക, അതാണ് ടെക്നോളജി. പിന്നെ ഗ്ലോബലൈസേഷൻ എന്ന് പറയുമ്പോൾ അതായത് ഒരു രാജ്യത്ത് അല്ലെങ്കിൽ ഒരു ഇത്ര സ്ഥലത്ത് ഒതുങ്ങി നിൽക്കാണ്ട് എല്ലാ സ്ഥലത്തോട്ടും വ്യാപിക്കുന്നുണ്ടല്ലോ, അതാണ് ഒരു പുതിയൊരു മോഡേൺ മാർക്കറ്റിംഗ്. പിന്നെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ന്യൂ കമ്പനീസ് ആയാലും അല്ലെങ്കിൽ ന്യൂ ഫേംസ് ആയാലും സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഒന്നുകിൽ അവർ സെൽഫായിട്ട് അവർ ഓക്കെ എന്ന് പറയും, അല്ലാന്നുണ്ടെങ്കിൽ അവരെ കൊണ്ട് നമ്മൾ ഓക്കെ പറയിപ്പിക്കും. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണിപ്പോൾ. അതാണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. പിന്നെ കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ കോമ്പറ്റീഷൻ കൂടുതലാണ്, കാരണം വലിയ വലിയ ഫേംസൊക്കെ ഉണ്ട്, അപ്പോൾ കോമ്പറ്റീഷൻ കൂടുതലാണ്. പിന്നെ പ്രൈവറ്റൈസേഷൻ എന്ന് പറയുമ്പോൾ അത് പ്രോഫിറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഗവൺമെൻറ് സെക്ടേഴ്സ് അല്ലെങ്കിൽ ഗവൺമെൻറ്റിലുള്ള കുറച്ച് സ്ഥാപനങ്ങൾ പ്രൈവറ്റായി പോവുക അല്ലെങ്കിൽ പ്രൈവറ്റ് ചെയ്യപ്പെടുക, അതാണ് പ്രൈവറ്റൈസേഷൻ. പിന്നെ അത് ഡയറക്റ്റ് മാർക്കറ്റിംഗ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ അറിയില്ലേ, ഓൺലൈനായിട്ടുള്ള ഇൻ്റർനെറ്റ് യൂസ് ചെയ്തിട്ടുള്ള മാർക്കറ്റിംഗ്. പിന്നെ ഇത് കഴിഞ്ഞ വർഷമാണ് ഞാൻ പഠിച്ചത്, അതുകൊണ്ട് എനിക്ക് വലിയൊരു ഓർമ്മയില്ല. ഇതാണ് അതിൻ്റെ ഉള്ളിൽ വരുന്ന പോയിൻറ്റ്സ്. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് റീഡ് ഔട്ട് ചെയ്യുക കേട്ടോ. അത് മേ ബി പഠിച്ചിട്ടുണ്ടായിരിക്കും, എന്നാലും ഈ പോയിൻറ്റ്സൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. എന്നിട്ട് കിട്ടുന്നുണ്ടോ എന്നൊന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. 5 മാർക്സിനൊക്കെ വരാൻ സാധ്യതയുള്ളൂ. പിന്നെ ഇമ്പോർട്ടൻസ് ഓഫ് മാർക്കറ്റിംഗ്, ഇമ്പോർട്ടൻസ് സൊസൈറ്റി, കമ്പനീസ്, കൺസ്യൂമേഴ്സ് 5 മാർക്കിനോ 10 മാർക്കിനോ വരാൻ സാധ്യതയുണ്ട് കേട്ടോ. നിങ്ങളൊന്ന് പഠിച്ച് വെക്കണേ. പിന്നെ ടെക്സ്റ്റും PDF ഇല്ലാന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് പഠിക്കുക കേട്ടോ. പിന്നെ ഇതിൽ നെക്സ്റ്റ് വരുന്നതാണ് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ്. എന്തായാലും 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ട്, മസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായാലും വരും. മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് ഈസ് ദി ആർട്ട് ആൻഡ് സയൻസ് ഓഫ് ചൂസിങ് ടാർഗറ്റ് മാർക്കറ്റ്സ് ആൻഡ് ബിൽഡിംഗ് പ്രോഫിറ്റബിൾ റിലേഷൻഷിപ്പ് വിത്ത് ദം. ആർട്ട് ആൻഡ് സയൻസ് ആണ് മാർക്കറ്റ് ടാർഗറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ബിൽഡ് പ്രോഫിറ്റബിൾ റിലേഷൻഷിപ്പ്, അവരുമായിട്ടൊരു പ്രോഫിറ്റബിൾ ലാഭം ഉണ്ടാക്കുന്ന റിലേഷൻഷിപ്പ് ഉണ്ടല്ലോ, അത് ഉണ്ടാക്കിയെടുക്കുക, അതാണ് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ്. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് മാനേജറിയൽ ഫംഗ്ഷൻ, ഗോൾ ഓറിയൻറ്റഡ്, ഡിറ്റർമിൻ അപ്രോപ്രിയേറ്റ് മാർക്കറ്റിംഗ് മെസ്സേജ്, സ്പെഷ്യലൈസ്ഡ് ഫംഗ്ഷൻ, മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് ഇൻ ആക്ഷൻ, യൂണിവേഴ്സൽ ഫംഗ്ഷൻ. മേ ബി ഇത് രണ്ടും കൂടെ 5 മാർക്സിന് ക്വസ്റ്റ്യൻ വരികയാണെന്നുണ്ടെങ്കിൽ ആദ്യം മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് എന്താണെന്ന് എഴുതുക, അതുപോലെ തന്നെ അതിൻ്റെ പോയിൻറ്റ്സ് എഴുതിയിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യുക കേട്ടോ. പിന്നെ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് ടാസ്ക്, ഇറ്റ് ഈസ് ദി സ്പെസിഫിക് സെറ്റ് ഓഫ് ടാസ്ക് ദാറ്റ് ഹെൽപ്പ് ടു ബ്രിങ് അപ്പ് സക്സസ്ഫുൾ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് ആൻഡ് മാർക്കറ്റിംഗ് ലീഡർഷിപ്പ്. പിന്നെ അതിൻ്റെ ഇമ്പോർട്ടൻസ് പറയുന്നുണ്ട്. ഡെവലപ്പിംഗ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ആൻഡ് പ്ലാൻ, ക്യാപ്ചറിങ് മാർക്കറ്റ് ഇൻസൈറ്റ്, കണക്റ്റിംഗ് വിത്ത് കസ്റ്റമർ, ബിൽഡിംഗ് സ്ട്രോങ് ബ്രാൻഡ്സ്, ക്രിയേറ്റിംഗ് വാല്യൂ, കമ്മ്യൂണിക്കേറ്റിംഗ് വാല്യൂ, ഡെലിവറിങ് വാല്യൂ,
ക്രിയേറ്റിംഗ് സക്സസ്ഫുൾ ലോങ് ടേം. എൻ്റെ കയ്യിൽ ടെക്സ്റ്റ് ഇല്ല. ടെക്സ്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇതൊക്കെ എടുത്തു തരുമായിരുന്നു, അല്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരുമായിരുന്നു. ടെക്സ്റ്റ് ഇല്ല, അതുകൊണ്ടാട്ടോ ഞാനിങ്ങനെ, കാരണം എനിക്ക് കഴിഞ്ഞ വർഷം വായിച്ചൊരു ഓർമ്മയാണ്. അപ്പോൾ അതാണ്. എനിവേ, ഇതൊക്കെ എന്തായാലും ഇമ്പോർട്ടൻ്റ് തന്നെയാണ് കേട്ടോ. കാരണം മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് നമ്മൾ വിചാരിക്കുന്നതായിരിക്കില്ല എക്സാമിന് വരുന്ന, അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ ബേസിക് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ്, ടാക്സ്, കൺവേർഷൻ മാർക്കറ്റിംഗ്, ഡെവലപ്മെൻറ്റ്, റീമാർക്കറ്റിംഗ്. പോയിൻ്റ് നമ്മൾ ഓർത്ത് വയ്ക്കുക, എന്നിട്ട് അത് എക്സാമിന് നമ്മുടേതായ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുക കേട്ടോ. പിന്നെ കൺസ്യൂമർ മാർക്കറ്റ്, ഇറ്റ് റെഫേഴ്സ് ടു ദി മാർക്കറ്റ് വെർ പീപ്പിൾ പർച്ചേസ് പ്രൊഡക്റ്റ് ഫോർ കൺസംഷൻ ആൻഡ് ആർ നോട്ട് മീൻഡ് ഫോർ ഫർദർ സെയിൽസ്. അതായത് കൺസ്യൂമർ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ അവർ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് സെയിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടല്ല. അതാണ് കൺസ്യൂമർ മാർക്കറ്റ് എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, മാർക്കറ്റ് ഫോക്കസ്, കൺസംഷൻ ആയിരിക്കും പർപ്പസ്, അതായത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ബ്രാൻഡിങ്, പാക്കേജിങ്, ഡിമാൻഡ്, ഇമോഷൻസ്. അതായത് ബ്രാൻഡിങ് എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ബ്രാൻഡിനോട് നമുക്ക് ഇപ്പോൾ ഒരു ബ്രാൻഡ് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഏതെങ്കിലും ഒരു ബ്രാൻഡ്, അതായത് ഇപ്പോൾ ട്രെൻഡിൻ്റെയൊക്കെ നമുക്കൊരു പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ട്രെൻഡിൻ്റെ. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഫോണാണെങ്കിൽ സാംസങ് ഫോണിനോട് എനിക്കൊരു പ്രത്യേക അട്രാക്ഷനാണ്. അപ്പം നമുക്ക് ആ ബ്രാൻഡിനോട് അതിൻ്റെ റെപ്യൂട്ടേഷൻ വെച്ചിട്ട് നമുക്ക്, അല്ലെങ്കിൽ ഈ സൊസൈറ്റിയിൽ അതിനുള്ളൊരു വില വെച്ചിട്ട് നമുക്ക് എന്തുണ്ടായിരിക്കും, നമുക്കത് വാങ്ങിക്കാൻ തോന്നും. അതാണ് ബ്രാൻഡിങ്. പാക്കേജിങ് എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഈ ചില പാക്കേജൊക്കെ കണ്ടാൽ നമ്മൾ ആ സാധനം വാങ്ങിക്കാൻ വേണ്ടി പോയതായിരിക്കില്ല, പക്ഷെ നമ്മൾ അതിൻ്റെ പാക്കേജ് കണ്ടിട്ട് നമ്മൾ വാങ്ങിക്കില്ലേ. ഇപ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും, ഇപ്പോൾ ബുക്സൊക്കെ നമ്മൾ പേന വാങ്ങിക്കാൻ വേണ്ടി പോയതാണ്, പക്ഷേ ബുക്സിൻ്റെ അതിൻ്റെ ബാക്കിലുള്ള ആ ഒരു അതിൻ്റെ ഒരു ഇതും അതിൻ്റെയൊക്കെ പാക്കേജിങ്ങും, അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ ആ പുറത്തുള്ള തീമും, പിന്നെ അതിൻ്റെ മാർജിൻസ്, അതിൻ്റെ കാര്യങ്ങളൊക്കെ കണ്ട് നമ്മൾ ആ സാധനം വാങ്ങിക്കില്ലേ. അതാണ് പാക്കേജിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഡിമാൻഡ് എന്ന് പറയുമ്പോൾ, അതായത് ഇപ്പോൾ സാധനങ്ങൾക്ക് വില കൂടുമ്പോൾ ഡിമാൻഡ് കുറയും, സാധനങ്ങൾക്ക് വില കൂടുമ്പോൾ വില കുറയുമ്പോൾ ഡിമാൻഡ് കൂടും, വില കൂടുമ്പോൾ ഡിമാൻഡ് കുറയും. അതാണ് ഡിമാൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇമോഷൻ എന്ന് പറയുമ്പോൾ, നമുക്ക് ചില പ്രൊഡക്റ്റിനോട് ഒരു ഇമോഷൻസ് കാണും. അതായത് ലൈഫ് ബോയുടെ പരസ്യം കണ്ടിട്ടില്ലേ, അതിൽ ഒരു മകൻ അല്ലെങ്കിൽ ഒരു കുടുംബത്തോടുള്ള ഒരു ഇതല്ലേ അതിൽ കാണിക്കുന്നത്. അപ്പോൾ അതാണ് ഇമോഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ കൺസ്യൂമർ ബിഹേവിയർ, അതിൽ അങ്ങനെ ഡെഫിനിഷൻസ് ഒന്നും ചോദിക്കില്ല, എന്നാലും ജസ്റ്റ് പഠിച്ച് വയ്ക്കുന്നത് നല്ലതാണ് കേട്ടോ. പിന്നെ കൺസ്യൂമർ ബൈയിങ് പ്രോസസ്സ് മേ ബി 5 മാർക്കിന് വരാൻ സാധ്യതയുണ്ട്. റെക്കഗ്നൈസ് അൺസാറ്റിസ്ഫൈഡ് നീഡ്. അതായത് ഇപ്പോൾ എനിക്കൊരു ബുക്കില്ല എന്ന് വിചാരിക്കുക, ആ ബുക്ക് ഞാൻ ആദ്യം റെക്കഗ്നൈസേഷൻ ഓഫ് അൺസാറ്റിസ്ഫൈഡ് നീഡ്, അതായത് എന്താണോ എൻ്റെ അൺസാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള നീഡ്, അത് ഞാൻ റെക്കഗ്നൈസ് ചെയ്യും. പിന്നെ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ആൾട്ടർനേറ്റീവ്സ്, അതായത് അത് എവിടെ നിന്നൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്, ഏതൊക്കെ ബുക്ക് സ്റ്റാൾ പോയാൽ എനിക്ക് ആ ബുക്ക് കിട്ടാമെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യും. എന്നിട്ട് പിന്നെ ഇവാലുവേഷൻ ഓഫ് ആൾട്ടർനേറ്റീവ്സ്, ഏത് ബുക്ക് സ്റ്റാൾ പോയാലാണ് എനിക്ക് ഏറ്റവും ടോപ്പായിട്ടുള്ള ബുക്ക് കിട്ടുന്നത്, അതാണ് ഇവാലുവേഷൻ ഓഫ് ആൾട്ടർനേറ്റീവ്സ്. പർച്ചേസ് ഡിസിഷൻ, ഓക്കെ ഞാൻ ഇവിടെ നിന്ന് എടുക്കാം, അതാണ് പർച്ചേസ്. പിന്നെ പോസ്റ്റ് പർച്ചേസ് ബിഹേവിയർ, പോസ്റ്റ് പർച്ചേസ് ബിഹേവിയർ. പിന്നെ മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ, ദി പ്രോസസ് ഓഫ് ഡിവൈഡിങ്, അത് പഠിച്ച് വെക്കണം കേട്ടോ, 5 മാർക്സിന് വരാൻ സാധ്യതയുണ്ട്. പിന്നെ മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ, ദി പ്രോസസ് ഓഫ് ഡിവൈഡിങ് ഹോൾ മാർക്കറ്റ് ടു ഡിഫറെൻറ്റ് സബ് മാർക്കറ്റ് ഈസ് കോൾഡ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ. അതായത് ഒരു വലിയൊരു മാർക്കറ്റിനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ചെറിയ ചെറിയ മാർക്കറ്റുകളാക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്, മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. 2 മാർക്സിന് വരാൻ സാധ്യതയുണ്ട്. പിന്നെ അതിൻ്റെ സ്റ്റെപ്പുകൾ, സ്റ്റേജസ്, പ്രോസസ്സ്, ഫേസസ് ഇൻ മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ ഓഫ് കോഴ്സ് വരാൻ സാധ്യതയുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് കേട്ടോ. പിന്നെ നീഡ് ഫോർ മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ, ഡിഫറെൻറ്റ് പീപ്പിൾ പ്രിഫർ ഡിഫറെൻറ്റ് പ്രൊഡക്ട്സ് മാർക്കറ്റ് സെഗ്മെൻറ്റ്. കാരണം അവിടെ ഡിഫറെൻറ്റ് മാർക്കറ്റ്സ് അല്ല, അതായത് ഇപ്പോൾ സോപ്പിന് വേണ്ടിയിട്ടൊരു മാർക്കറ്റ്, അല്ലെങ്കിൽ ചെരുപ്പിന് വേണ്ടിയിട്ടൊരു മാർക്കറ്റ്, അല്ലെങ്കിൽ സ്കൂൾസ് ബാഗ്സിന്, അതുപോലെ തന്നെ ബുക്സിന്, അതിന് വേണ്ടിയിട്ട് വേറൊരു മാർക്കറ്റ്. അതാണ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡിഫറെൻറ്റ് പ്രൊഡക്ട്സ് പ്രിഫർ ഡിഫറെൻറ്റ് പീപ്പിൾസ്. പിന്നെ ഇറ്റ് ഈസ് നെസസറി ടു ഡെവലപ്പ് പ്രൈസിങ് സ്ട്രാറ്റജി, അപ്പോൾ നിങ്ങളതൊന്ന് പഠിക്കുക. പിന്നെ ഇമ്പോർട്ടൻസ്, അഡ്വാൻറ്റേജ്, ബെനിഫിറ്റ്സ്, മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ, നീഡ്സ് അതുതന്നെ നമ്മൾ അഡ്വാൻറ്റേജസൊക്കെ ആയിട്ട് എഴുതിയാൽ മതി. പിന്നെ ലെവൽസ് ഓഫ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ, സെഗ്മെൻറ്റ് മാർക്കറ്റിംഗ്, നിശ്ചയ മാർക്കറ്റിംഗ്, ലോക്കൽ മാർക്കറ്റിംഗ്, ഇൻഡിവിജ്വൽ മാർക്കറ്റിംഗ്. 5 മാർക്സിന് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട് കേട്ടോ, പഠിക്കണേ. കാരണം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പിന്നെ മാർക്കറ്റ് കവറേജ് സ്ട്രാറ്റജീസ്, അൺഡിഫൈൻഡ് മാർക്ക്, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കണ്ടൊരു ഓർമ്മ എനിക്കില്ല. പിന്നെ മാർക്കറ്റിംഗ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ, ടാർഗറ്റ് മാർക്കറ്റ് ഈസ് എ
ഗ്രൂപ്പ് ഓഫ് കസ്റ്റമർ ടു ഹോം ദി എൻറ്റയർ മാർക്കറ്റ് എഫേർട്സ് ഓഫ് ഡയറക്റ്റഡ്. മാർക്കറ്റ് ടാർഗറ്റിങ് 2 മാർക്കിന് വരാൻ സാധ്യതയുണ്ട്. അഡ്വാൻറ്റേജസും പഠിച്ചോളൂ. പിന്നെ സ്റ്റെപ്സ് ഓർത്ത് വയ്ക്കുന്ന നല്ലത്. സർവീസ് എന്നാലും 2 മാർക്ക് വരാൻ സാധ്യതയുണ്ട് കേട്ടോ. ഓഫ് കോഴ്സ് വരും. അതൊക്കെ ചില ക്വസ്റ്റ്യൻസ് നമുക്ക് ഓഫ് കോഴ്സ് വരുന്ന ഉറപ്പുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകും നമുക്ക് ചില PDF അല്ലെങ്കിൽ നോട്ട്സൊക്കെ കണ്ടാൽ. അപ്പോൾ അതൊക്കെ പഠിക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് പഠിക്കുക. സർവീസ് തല ക്വസ്റ്റ്യൻസ് നമുക്ക് കണ്ടാൽ നമുക്ക് മനസ്സിലാകും ഇതൊക്കെ വരും എന്നുള്ളത്. അപ്പോൾ അത് പഠിക്കുക കേട്ടോ. പിന്നെ സർവീസ് ഈസ് ആൻ ഇൻടാഞ്ചിബിൾ പ്രൊഡക്റ്റ് പ്രൊവൈഡ് ബെനിഫിറ്റ്സ് ടു കസ്റ്റമേഴ്സ് ആൻഡ് ഇൻവോൾവ്സ് ഹ്യൂമൻ ഓർ മെക്കാനിക്കൽ എഫേർട്സ്. പിന്നെ അതിൻ്റെ സർവീസ് എന്താണെന്നും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്നും പഠിക്കണം. അതുപോലെ തന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ ഗുഡ്സും സർവീസും കഴിഞ്ഞ പ്രാവശ്യം ക്വസ്റ്റ്യന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഗുഡ്സും സർവീസും തമ്മിലുള്ള ഡിഫറൻസ് വന്നിട്ടുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഞാൻ എഴുതിയ പോലൊരു ഇത്. പിന്നെ സർവീസ് മാർക്കറ്റിംഗ് 2 മാർക്ക് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പ്രൊഡക്റ്റ് മാർക്കറ്റിങ്ങും സർവീസ് മാർക്കറ്റിങ്ങും ഡിഫറൻസ് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ ഡിഫറൻസ് അതുപോലെ തന്നെ അഡ്വാൻറ്റേജസ്, മെറിറ്റ്സ്, ഡിമെറിറ്റ്സ്, പിന്നെ ഒബ്ജക്റ്റീവ്സ്, ഫീച്ചേഴ്സ് ഒക്കെ വരാൻ സാധ്യതയുണ്ട് കേട്ടോ. എല്ലാത്തിൻ്റെയും അതൊന്ന് പഠിച്ച് വെക്കണേ. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് ക്ലാസിഫിക്കേഷൻ ടൈപ്സ് ഓഫ് സർവീസ്, പ്രൊഡക്റ്റ് സർവീസ്, റിപ്പയർ. അതും സർവീസ് ജസ്റ്റ് പഠിച്ച് വെക്കുന്നത് നല്ലതാണ്. പ്രൊഡക്ഷൻ സർവീസ്, ബിസിനസ് സർവീസ് അത് നമുക്ക് ഓർത്താൽ കിട്ടും. പ്രൊഡക്ഷൻ സർവീസ് എന്ന് പറയുമ്പോൾ റിപ്പയർ, മെയിൻ്റെനൻസ്, ട്രാൻസ്പോർട്ട്. ബിസിനസ് എന്ന് പറയുമ്പോൾ ബാങ്കിങ്, ഇൻഷുറൻസ്, അക്കൗണ്ടിങ്, കൺസ്യൂമർ, ട്രാവൽ, എഡ്യൂക്കേഷൻ, കൺസൾട്ടൻസി, ഗവൺമെൻറ് സർവീസ്, ഡിഫൻസ്, പോലീസ്, മെഡിക്കൽ. ഓർത്ത് വയ്ക്കുന്നത് നല്ലതാണ്. എഴുതാമല്ലോ. പിന്നെ സ്പെഷ്യൽ പ്രോബ്ലംസ് ഓഫ് സർവീസ് മാർക്കറ്റിംഗ് അതും. പിന്നെ നെക്സ്റ്റ് വരുന്നതാണ് റൂറൽ മാർക്കറ്റിംഗ്. റൂറൽ മാർക്കറ്റ് സിംപ്ലി റിഫേഴ്സ് ടു മാർക്കറ്റ് ഇൻ റൂറൽ ഏരിയാസ്. റൂറൽ മാർക്കറ്റ് കൺസിസ്റ്റ് ഓഫ് സ്മോൾ ഫാമേഴ്സ്, പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് ആൻഡ് വില്ലേജ് പീപ്പിൾ. റൂറൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ റൂറൽ ഏരിയാസിലുള്ള മാർക്കറ്റിനെയാണ് എന്ത് പറയുക, റൂറൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. റൂറൽ മാർക്കറ്റ് ഗ്രാമപ്രദേശങ്ങളിലുള്ള. റൂറൽ മാർക്കറ്റ് കൺസിസ്റ്റ് സ്മോൾ ഫാർമേഴ്സ്, അതായത് ചെറുകിട കർഷകർ, പ്രൈമറി പ്രൊഡ്യൂസേഴ്സ്, ചെറിയ വ്യവസായികൾ, വില്ലേജ് പീപ്പിളൊക്കെ. അതാണ് റൂറൽ മാർക്കറ്റ്. പിന്നെ ടൈപ്സ് ഓഫ് റൂറൽ മാർക്കറ്റ്സ് ആണ് റെഗുലർ, പീരിയോഡിക് മാർക്കറ്റ്, സീസണൽ മാർക്കറ്റ്, ഡെയിലി മാർക്കറ്റ്. റെഗുലറായെന്ന് പറയുമ്പോൾ അവർ റെഗുലർ, പീരിയോഡിക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകും. സീസണൽ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ സീസൺ അനുസരിച്ച്, അതായത് മഴക്കാലത്തുണ്ടാകും, വേനൽക്കാലത്തുണ്ടാവില്ല, അല്ലെങ്കിൽ വേനൽക്കാലത്തുണ്ടാകും, മഴക്കാലത്തുണ്ടാവില്ല, അങ്ങനത്തെ. പിന്നെ ഡെയിലി മാർക്കറ്റ്സ് എന്ന് പറയുമ്പോൾ ഓഫ് കോഴ്സ് അവർ ഡെയിലി അവിടെ ഉണ്ടായിരിക്കും. പിന്നെ ഫോറസ് റൂറൽ മാർക്കറ്റിങ്ങിൻ്റെ 4 A's പഠിച്ചു വെച്ചോളൂ, വന്നാലോ. പിന്നെ സാലൻ്റ് ഫീച്ചേഴ്സ് ഓഫ് റൂറൽ മാർക്കറ്റിംഗ് മേ ബി 10 മാർക്കിന് വരാൻ സാധ്യതയുണ്ട്. റൂറൽ മാർക്കറ്റ് എന്താണ്, അതിൻ്റെ സാലൻ്റ് ഫീച്ചേഴ്സ് എന്താണെന്ന് വരാൻ സാധ്യതയുണ്ട് കേട്ടോ. പിന്നെ പൊട്ടൻഷ്യൽ ഓഫ് റൂറൽ മാർക്കറ്റിംഗ് ഇൻ ഇന്ത്യ, ഗ്രോയിങ് ഇമ്പോർട്ടൻസ് വരാൻ സാധ്യതയുണ്ട് കേട്ടോ. ഈ റൂറൽ മാർക്കറ്റിംഗ് നമ്മൾ വിചാരിക്കും ചെറിയ ചാപ്റ്റർ അല്ലേ, അധികം വലിയ ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ല എന്ന്. മേ ബി 10 മാർക്കിന് 2 ക്വസ്റ്റ്യനൊക്കെ അതിന് എക്സ്പെക്റ്റ് ചെയ്യാം. ഒന്നും പറയാനൊക്കത്തില്ല. പിന്നെ പൊട്ടൻഷ്യൽ ഓഫ് റൂറൽ മാർക്കറ്റിംഗ് ഇൻ ഇന്ത്യ, ഗ്രോയിങ് റൂറൽ മാർക്കറ്റിംഗ്. പിന്നെ ചാലഞ്ചസ്, പ്രോബ്ലംസ്, ഇതൊക്കെ ജസ്റ്റ് വായിച്ച് റീഡ് ഔട്ട് ചെയ്താൽ മതി. അപ്പം തന്നെ നമുക്ക് മനസ്സിലാകും. കാരണം ലാക്ക് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് അവിടെ കുറവായിരിക്കും. കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ്, കാരണം ഇൻ്റർനെറ്റ് കണക്ഷനൊക്കെ കുറവായിരിക്കുമല്ലോ. പിന്നെ ഡിസ്ട്രിബ്യൂഷൻ പ്രോബ്ലംസ്, ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലംസ്, അതായത് ഇപ്പോൾ മേ ബി റോഡൊന്നും അത്ര ഇതായിരിക്കണില്ല. പിന്നെ ട്രെയിൻ ആണെങ്കിലും അങ്ങനെ എന്താണെങ്കിലും ട്രാൻസ്പോർട്ടേഷൻ. പിന്നെ ഇൻഎഡ്യൂക്കേറ്റ് ബാങ്കിങ് ഓർ ക്രെഡിറ്റിംഗ് ഫെസിലിറ്റീസ്, അതായത് ബാങ്കിങ് സർവീസുകളൊക്കെ. പിന്നെ ലോ പെർ ക്യാപിറ്റ ഇൻകം. പിന്നെ സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് പർച്ചേസ്, അതായത് ആളുകൾ ചെറിയ ക്വാണ്ടിറ്റിയിലായിരിക്കും പർച്ചേസ് ചെയ്യുന്നുണ്ടായിരിക്കുക. മേ ബി അവരവിടെ ഒരുപാട് ഉൽപ്പാദിപ്പിച്ചാലും ചെറിയ രീതിയിലാണ് പർച്ചേസ് നടക്കുന്നതെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ഐറ്റംസ് അവിടെ കെട്ടിക്കിടക്കും. അപ്പോൾ അത് വേസ്റ്റായി പോവല്ലേ. പിന്നെ മെനി ലാംഗ്വേജ് ആൻഡ് ഹെൽപ്സ്. പിന്നെ ലോ ലെവൽ ഓഫ് ലിറ്ററസി, അതായത് ലിറ്ററേറ്റ് പീപ്പിൾ ആയിരിക്കും. പ്രോബ്ലംസ് ഇൻ സെഗ്മെൻറ്റേഷൻ. ഓക്കെ. പിന്നെ അത് ചാലഞ്ചസ് വരാൻ സാധ്യതയുണ്ട് കേട്ടോ. പിന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ റൂറൽ മാർക്കറ്റിംഗ് ആൻഡ് അർബൻ മാർക്കറ്റിംഗ്, അതും പഠിച്ചു വെച്ചോളൂ, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്നത്. ബാക്കി ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. ഇതിപ്പോൾ ടൈം ഒരുപാടായെന്ന് തോന്നുന്നു. ഓക്കെ, താങ്ക് യു.